ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. OET റീഡിങ്ങിന്റെ ഒരു ഡിസ്കഷൻ ക്ലാസ് ആണിന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് ഇൻഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫറൻസ് ആൻഡ് കൊണോട്ടേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻഫറൻസ് എന്താണെന്ന് പറയാനായിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ആദ്യം എടുത്തിട്ടുണ്ട്. ഒരു പിക്ചറിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുക എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഒരു സെൻറ്റൻസിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫർ ചെയ്യേണ്ടത്, അതിനുശേഷം നമുക്കൊരു പാരഗ്രാഫ് എടുത്തിട്ട് അതിനകത്തെ ഇൻഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ പിക്ചറിലുള്ള ക്ലൂസ് വെച്ചിട്ട് നമ്മൾ ഒരു ഐഡിയ മേക്ക് ചെയ്യാണ്, ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുകയാണ്. ഓക്കെ, ഒരു ഐഡിയ എടുക്കുകയാണ്. അപ്പം ഇവിടെ ഈ പിക്ചറിൽ നമുക്കറിയാം ഒരു ഫുഡ് പ്ലേറ്റിൽ കുറച്ച് ഫുഡുണ്ട്. ആ ഫുഡിന് മുമ്പിലിരുന്ന് ഒരു കുട്ടി, ആ കുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കറിയാം ഹാപ്പി അല്ല എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഫുഡിന് മുമ്പിലിരുന്ന് ഒരാൾ ഹാപ്പി അല്ലാത്തതിന് കാരണം എന്തായിരിക്കും? ആ ഫുഡ് ആ കുട്ടിക്ക് ചിലപ്പം ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലേ? അപ്പോൾ ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിക്ക് ഈ മുമ്പിലിരിക്കുന്ന ഫുഡ് ഇഷ്ടമല്ല എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് ടോണി ഡസ് നോട്ട് ലൈക്ക് സുഷി. അപ്പോൾ സുഷി എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് ഐറ്റമാണ്, ടോണി എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയുടെ പേരാണ്. ഓക്കെ, അപ്പോൾ ടോണി ഡസ് നോട്ട് ലൈക്ക് സുഷി എന്നുള്ളതാണ് ഈ പിക്ചേഴ്സ് വെച്ചിട്ട്, ഇതിനകത്തെ ക്ലൂസ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കിച്ചണിലിരുന്ന് ഒരു കുട്ടി കരയുന്നുണ്ട്. അപ്പോൾ കരയാണ് കുട്ടി ചെയ്യുന്നത്, ടേബിളിൽ ഫുഡും ഉണ്ട്, അല്ലേ? അതിലോട്ട് കൈ ചൂണ്ടുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും ഹിൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി ഹംഗ്രി ആണ് എന്നുള്ളത്, അല്ലേ? അപ്പം സ്റ്റാൻലി ഈസ് ഹംഗ്രി എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സിൽ നിന്നുള്ള ക്ലൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി? നമ്മളൊരു ഐഡിയ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫീലിംഗ് എക്സൈറ്റഡ് ഹീ പാക്ഡ് ഹിസ് സ്വിമ്മിംഗ് ട്രങ്ക്സ്, സൺഗ്ലാസസ് ആൻഡ് സൺക്രീം ഇൻ ടു ദ സ്യൂട്ട് കേസ് ആൻഡ് വാസ് ഗുഡ് ടു ഗോ. അപ്പോൾ ഒരു സ്യൂട്ട് കേസിൽ സൺക്രീമും സൺഗ്ലാസസും സ്വിമ്മിംഗ് ട്രങ്ക്സും ഒക്കെ പാക്ക് ചെയ്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? സ്യൂട്ട് കേസിൽ സൺക്രീം സൺഗ്ലാസസ് ഒക്കെ വെക്കുന്നു, സ്വിമ്മിംഗ് ട്രങ്ക്സ് വെക്കുന്നു, ഗുഡ് ടു ഗോ എന്ന് പറയുന്നു, എക്സൈറ്റഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനുള്ളിലെ ക്യാരക്ടർ ഒരു വെക്കേഷന് പോവാണ്, ഒരു ട്രിപ്പിന് പോവാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? അതിനകത്ത് ഹിൻറ്റ് വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഡേവിഡ് ടേൺഡ് അപ്പ് ദ തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഡേവിഡ് എന്തിനാണ് തെർമോസ്റ്റാറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? മേ ബി ഡേവിഡിന് തണുപ്പുണ്ടായിരിക്കും, അല്ലേ? ഡേവിഡിന് തണുപ്പ് ഫീൽ ചെയ്തപ്പോഴാണ് ഡേവിഡ് തെർമോസ്റ്റാറ്റ് ടേൺഡ് അപ്പ് ചെയ്തതെന്ന് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാം, അല്ലേ? അപ്പോൾ സെൻറ്റൻസിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഇൻഫർ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് പാരഗ്രാഫ് എടുക്കാം. സോ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, OET റീഡിംഗ് പാർട്ട് സിയുടെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് പോയിന്റ് ഡസ് ദ റൈറ്റർ മേക്ക് അബൌട്ട് വൾണറബിൾ പേഷ്യൻസ്? വൾണറബിൾ പേഷ്യൻസിനെ പറ്റി എന്ത് പോയിന്റാണ് റൈറ്റർ മേക്ക് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഇനി പാരഗ്രാഫിലോട്ട് വരുമ്പോൾ പാരഗ്രാഫ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫർദർ ചലഞ്ചസ് അക്കമ്പനിയിങ് ദ റോൾ ഔട്ട് ഓഫ് ഓപ്പൺ മെഡിക്കൽ റെക്കോർഡ്സ് റിമെയിൻ. അപ്പം ഓപ്പൺ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ റോൾ ഔട്ടിൽ ഇനിയും ചലഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ക്ലിനീഷ്യൻസ് ഹാവ് കൺസേൺസ് അബൌട്ട് ദ വെൽ ബീയിങ് ഓഫ് ദെയർ മോസ്റ്റ് വൾണറബിൾ പേഷ്യൻസ്. അപ്പോൾ ക്ലിനീഷ്യൻസിന് എപ്പോഴും കൺസേൺസ് ഉണ്ട്. ആരെ പറ്റിയാണ്? അവരുടെ മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ പറ്റി. അതേതാണ് ഈ വൾണറബിൾ പേഷ്യൻസ്? സച്ച് ആസ് ദോസ് എക്സ്പീരിയൻസിങ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ പറ്റി ക്ലിനീഷ്യൻസിന് കൺസേൺസ് ഉണ്ടെന്നാണ് അവിടുത്തെ ഐഡിയ. US regulations allow clinicians to withhold information from the patient portal if they believe it might harm an individual patient or another person. അപ്പോൾ US regulations ക്ലിനീഷ്യൻസിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ പേഷ്യൻറ്റിൻ്റെ പോർട്ടലിൽ നിന്ന് വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട്. അതെപ്പോഴാണ്? ഇഫ് ദേ ബിലീവ് ആ ഇൻഫർമേഷൻ ഒരു ഇൻഡിവിജ്വലിനെയോ പേഷ്യൻറ്റിനെയോ അല്ലെങ്കിൽ അനദർ പേഴ്സണെയോ ഹാം ചെയ്യുന്നു എന്ന് തോന്നിയാൽ. ഓക്കെ, ഇനി യെറ്റ് ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് ഓൾ ഡോക്ടേഴ്സ് ആൻഡ് പേഷ്യൻസ് ആർ അവെയർ ഓഫ് ദിസ് എക്സെപ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഡോക്ടേഴ്സും പേഷ്യൻസും ഒന്നും അത്ര അവെയർ ആവാനുള്ള ചാൻസ് കുറവാണെന്നാണ് അവിടെ പറയുന്നത്. ഇനി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കുഡ് ഹെൽപ്പ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് സച്ച് വൾണറബിൾ പേഷ്യൻസ്. അപ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും എന്ത് ചെയ്യാം?
ആ വൾണറബിൾ പേഷ്യൻസിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാം. എങ്ങനെയാണ്? ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ക്ലിനീഷ്യൻസ് ആൻഡ് പേഷ്യൻസ്. ക്ലിനീഷ്യൻസിനും പേഷ്യൻസിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റും അല്ലേ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സ്. അപ്പോൾ വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നവർ could also design provider functions that facilitate trauma-informed care, including options to create confidential notes and enhanced privacy settings that allow patients greater control over what information is available on the portal. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ടലിൽ പ്രൈവസി സെറ്റിങ്സ് എൻഹാൻസ് ചെയ്യാനും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആർക്ക് പറ്റും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സിനും പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ വൾണറബിൾ പേഷ്യൻസിനെ പറ്റി എന്ത് പോയിൻ്റാണ് പാരഗ്രാഫിൽ മേക്ക് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ക്ലിനീഷ്യൻസ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് എന്താ ചെയ്യാൻ പറ്റുക? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സ് എന്താണ് ചെയ്യേണ്ടത് വൾണറബിൾ പേഷ്യൻസിന് വേണ്ടി എന്നൊക്കെ ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. കറന്റ് ലെജിസ്ലേഷൻ ഇസ് നോട്ട് റോബസ്റ്റ് ഇനഫ് ടു പ്രൊട്ടക്ട് ദം. അപ്പോൾ കറന്റ് ലെജിസ്ലേഷൻ, ഇപ്പോൾ ഉള്ള ലെജിസ്ലേഷൻ വൾണറബിൾ പേഷ്യൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഈ ഒരു ഐഡിയ, ഒന്നാമത്തെ ഓപ്ഷൻ്റെ. അപ്പം നമ്മളോട് ഇവിടെ കറന്റ് ലെജിസ്ലേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളത് ഒരു ഐഡിയ ഇവിടെ പറയുന്നില്ല അല്ലേ. US റെഗുലേഷൻസ് ക്ലിനീഷ്യൻസിന് വിത്ത്ഹോൾഡ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഇവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു മീനിങ് ഉള്ള ഒരു സെൻറ്റൻസും ഇവിടെ പാരഗ്രാഫിൽ പറയുന്നില്ല അല്ലേ. ഇനി കീപ്പിംഗ് ദെയർ ഡേറ്റ സേഫ് ഇസ് നോട്ട് ജസ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് വൾണറബിൾ പേഷ്യൻസിൻ്റെ ഡേറ്റ കീപ്പ് ചെയ്യുന്നത്, അതായത് സേഫായിട്ട് കീപ്പ് ചെയ്യുന്നത് ഡോക്ടേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് അവിടെ ഡയറക്റ്റ്ലി പറയുന്നില്ല, പക്ഷേ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? അവിടെ കുറച്ച് ക്ലൂസ് ഉണ്ട്. അതായത് ക്ലിനീഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം അവിടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിൻ്റെ പോർട്ടലിൽ നിന്ന് ഇൻഫർമേഷൻസ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്ലൂ ആണ് അവിടെ. ഓക്കെ, ക്ലിനീഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്താ ചെയ്യേണ്ടത്? അവിടെ പറയുന്നില്ലേ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ അവിടെ പറയുന്നുണ്ട്. അടുത്തത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവസി സെറ്റിങ്സ് എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സിന് പ്രൈവസി സെറ്റിങ്സ് എൻഹാൻസ് ചെയ്യാനും കോൺഫിഡൻഷ്യൽ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാം, ക്ലിനീഷ്യൻസ് മാത്രമല്ല വൾണറബിൾ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇവർക്കും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വെൻഡേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? വൾണറബിൾ പേഷ്യൻസിൻ്റെ ഡേറ്റ സേഫ് ആക്കി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ബി ഓപ്ഷൻ അവിടെ ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അല്ലേ. ഇനി സി ഓപ്ഷൻ, ദേ ആർ ഇൻസഫിഷ്യൻ്റ്ലി ഇൻഫോംഡ് അബൌട്ട് ദ വേ ഓപ്പൺ റെക്കോർഡ്സ് മേ എൻഡേഞ്ചർ ദെം. അപ്പം വൾണറബിൾ പേഷ്യൻസിനെ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ റെക്കോർഡ് എങ്ങനെ എൻഡേഞ്ചർ ചെയ്യും, അതിൻ്റെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ ഇൻഫോം ചെയ്തിട്ടില്ല, ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് ഇൻഫോം ചെയ്തിട്ടുള്ളതെന്ന് അവിടെ പറയുന്നില്ല അല്ലേ. ഇനി ഡി ഓപ്ഷൻ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഫ്രം ദെം പുട്ട്സ് ദെം മോർ അറ്റ് റിസ്ക് ദാൻ ഇൻക്ലൂഡിങ് ഇറ്റ് ഇൻ ദെയർ ഇലക്ട്രോണിക് റെക്കോർഡ്. അപ്പോൾ ഇൻഫർമേഷൻ അവരിൽ നിന്ന് മാറ്റി വെക്കുന്നത് അവർക്ക് കൂടുതൽ റിസ്ക്കേ ഉണ്ടാകുകയുള്ളൂ എന്നും പാരഗ്രാഫിൽ പറയുന്നില്ല അല്ലേ. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് ഡോക്ടേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് ഡയറക്റ്റ്ലി പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ പാരഗ്രാഫിൽ ഡോക്ടേഴ്സ് അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർ ചെയ്തെടുക്കാം. ഈ പാരഗ്രാഫിൽ ഡോക്ടേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഡേറ്റ സേഫ് ആക്കി വെക്കുന്നതിൽ ഉള്ളതെന്നുള്ളത് അത് നമുക്ക് ആ പാരഗ്രാഫിനകത്തു നിന്നുള്ള ക്ലൂസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പാരഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫറൻസ് മേക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.